പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷത്തിലെ ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത ഉള്ള ഗ്രഹം ശുക്രൻ, അസുരാചാര്യൻ. ആ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ നിന്നും തൻ്റെ സുഹൃക്ഷേത്രമായ മിഥുനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചാര പഥം കേവലം 26 ദിനങ്ങൾ മാത്രമാണ്. സ്വാഭാവികമായും ശുക്രൻ രാശിചാരം ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് 1 മാസം 45 ദിവസമൊക്കെയാണ്. ഇവിടെ 26 ദിവസം കൊണ്ടാണ് ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ശുക്രൻ്റെ മിഥുന രാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരം ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹം ശുക്രൻ മാത്രമേ ഉള്ളൂ. ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, സ്ത്രീ, ഗേൾ ഫ്രണ്ട്സ്, ഭൗതിക സുഖം, സെക്സ്, ഇതൊക്കെ ശുക്രൻ്റെ കാരകധർമ്മങ്ങളാണ്. പാട്ട്, സംഗീതം, തൗരിത്രികം, സംഗീത ഉപകരണങ്ങൾ, അപ്രകാരം എക്സ്പ്രസീവായ ഏത് വസ്തുക്കളും, വാങ്ങലും കൊടുക്കലും വ്യാപാരവും, ഗാംബ്ലിംഗ്, ക്രയവിക്രയ കുശലഹ എന്നൊരു ഫലം തന്നെ ശുക്രന് പറഞ്ഞിരിക്കുന്നു. അപ്രകാരം ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ഈ ശുക്രൻ ഇനി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയമാണ് നിങ്ങളുമായി നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് 1200 കർക്കടക മാസം 10-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 26-ാം തീയതി. ജൂലൈ 26-ാം തീയതി കാലത്ത് 9 മണിക്കാണ് ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നിന്നും 26 ദിനങ്ങൾ മിഥുന രാശിയിലാണ്. പലപ്പോഴും മിഥുനത്തിൽ ശുക്രൻ്റെ ആശ്രയഫലം വളരെ നല്ലതാണ്. നൃപകൃത്യകരഃ അർത്ഥവാൻ കലാവിത് മിഥുനേ. മിഥുനത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നൃപകൃത്യകരഃ, രാജാവിൻ്റെ പല കർമ്മങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായി അദ്ദേഹത്തിന് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നെന്ന് പറയുന്നു. കലാവിത്, കലയെ അറിയും. കലയെ അറിയുന്ന രാശിയാണ് മിഥുനൻ രാശി. ഗേയവാദ്യകലാസു നിപുണഃ, പാട്ടും കൂത്തും കലകളിലും നൈപുണ്യം പ്രകടിപ്പിക്കുന്ന രാശിയാണ് മിഥുനൻ രാശി. അവിടെ ശുക്രൻ പ്രവേശിക്കുമ്പോൾ ധാരാളം നന്മകൾ വിഷ്വൽ മീഡിയ ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നു. അതിനാൽ പാട്ടുകാർ, കലാകാരന്മാർ, ഗായകർ, നർത്തകർ, ഇവർക്കൊക്കെ തന്നെ സ്റ്റേജ് ആങ്കറിങ് ചെയ്യുന്ന വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ ചെയ്യും. പലർക്കും ശുക്രൻ വളരെ ശക്തമായി നിൽക്കുന്ന ശുക്രൻ പലപ്പോഴും ലോട്ടറി ലക്ക് വരും. ഉദാഹരണമായി കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ, ധനാധിപനായ ശുക്രനാണ് 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ധാരാളം കാശ് വരും. ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. ലോട്ടറി, ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ശുക്രൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും. അതിനാൽ വളരെ സൂക്ഷിച്ച ഒരു രാശിക്കാരുടെയും ഫലം നാം പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് വ്യാഴത്തോടുകൂടി 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹമായ ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. 7-ൽ വ്യാഴം വന്നാൽ പിതൃദോതിക, പിതാവിനെക്കാളും പ്രശസ്തനാകും മകനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 7-ൽ ശുക്രൻ വരുമ്പോൾ പ്രിയ കലഹ അസ്തഗതേ സുരതേപ്സുഹ എന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവളുമായി കലഹിക്കുക, താൻ സുരതത്തിൽ ഈപ്സുവാകും. തനിക്ക് വിശേഷിച്ച് ഭൗതിക വിഷയത്തിൽ, മെറ്റീരിയലായ ഫിസിക്കൽ വിഷയങ്ങളിൽ വളരെയധികം താല്പര്യം വരും 7-ൽ ശുക്രൻ വരുമ്പോൾ. ആ ഒരു യോഗം 7-ൽ ചന്ദ്രൻ വരുമ്പോഴുമുണ്ട്. ഈശു തീവ്രമതോ മതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് 7-ൽ ചന്ദ്രൻ വരുമ്പോൾ. അത് ഇവിടെ ശുക്രനും 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ബാധകമാണ്. അതിൻ്റെ കുറേ ബാഡ് ഇമ്പാക്ട്സ് വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ ശുക്രൻ കുറേ കൂടി മാന്യനാകും. അതിനാൽ ശത്രുപതിയായ ഗ്രഹമാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 6-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുന്നു. അതിനാൽ കലഹത്തിന് സാധ്യത കൂടുതലാണ്, ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശുക്രൻ ലാഭാധിപനാണ്. ശുക്രൻ അതിശക്തമായി 11-ാം ഭാവത്തിൻ്റെ ആധിപത്യമാണ്. അതിനാൽ ലാഭമുണ്ടാകാം, വിവാഹ തീരുമാനങ്ങളുണ്ടാകും, ദീർഘയാത്രകളുണ്ടാകും, നഷ്ടപ്പെട്ട സ്വർണമോ ആഭരണമോ തനിക്ക് തിരിച്ച് ലഭിക്കും. ഇങ്ങനെ ധാരാളം സൗഭാഗ്യങ്ങൾ എന്തുണ്ട് 7-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോഴുണ്ട്.
ഇവിടെ 7-ൽ ശുക്രൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം വളരെ നല്ലതാണ്. കളത്രേ കളത്രാത് സുഗന്ധോ കളത്രാത് കളത്രന്തു ശുക്രേ ഭവേദ് രത്നഗർഭം. നല്ല ഭാര്യ ലഭിക്കും 7-ൽ ശുക്രൻ വരുമ്പോഴെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യാസുഖം നന്നായി അനുഭവിക്കും. ഇവിടെ രോഗാധിപനായ ശുക്രൻ 7-ൽ നിൽക്കുമ്പോൾ മൂത്രാശയ സംബന്ധമായ വൈകല്യങ്ങളെ ശ്രദ്ധിക്കണം. 7-ാം ഭാവം നമ്മുടെ ഈ ഒരു ഭാഗമാണ്, മൂത്രാശയവുമായി ബന്ധപ്പെട്ട ലിംഗവുമായി ബന്ധപ്പെട്ട ഭാവമാണ്. 7-8 ഭാവങ്ങളൊക്കെ തന്നെ. അതിനാൽ അവിടെ സർജറികൾ ഉണ്ടാവുക, യൂറോളജി സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വരും. അതിനാൽ യൂറിനുമായി ബന്ധപ്പെടുന്ന യൂറോളജിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളെ, ആരോഗ്യപരമായ വിഷയങ്ങളെ ശ്രദ്ധിക്കണം ധനു രാശിക്കാർ. വിലാസാധികോ ഗണ്യതേജ പ്രവാസി പ്രയാസാൽപക കോന മുഖ്യന്തി തസ്മാത്. ഇദ്ദേഹത്തിനെ മോഹിക്കും സ്ത്രീകൾ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അങ്ങേറ്റം വിലാസം പ്രകടിപ്പിക്കും. അതിനാൽ വളരെ റൊമാൻറ്റിക്കാകാം, പ്രണയവിഷയങ്ങളിൽ വ്യാപൃതനാകാം, ഒരു പൂമ്പാറ്റയായി വണ്ടായി തനിക്ക് തേനന്വേഷിച്ച് നടക്കുന്ന ഒരു സ്വഭാവം ഈ സമയത്ത് ശുക്രൻ പ്രകടിപ്പിക്കും. ധനുരാശിക്കാർക്ക് 26 ദിവസം നല്ല സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാകും. ആ സ്ത്രീ സൗഹൃദങ്ങളിലൂടെ തനിക്ക് ധാരാളം, ഒരുപക്ഷെ സാമ്പത്തികമായ ബെനിഫിറ്റാകാം, ശാരീരികമായ ബെനിഫിറ്റാകാം, ഇങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും ധനുരാശിക്കാർക്ക് ശുക്രൻ പ്രദാനം ചെയ്യും. ഇവിടെ ദാമ്പത്യ വിഷയത്തിൽ ഭാര്യാഭർത്താക്കന്മാർ കലഹമുണ്ടാകാൻ പാടില്ല. അതിനാൽ നന്നായി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഐക്യമത്യ അർച്ചന ചെയ്യണം ദമ്പതികൾ തമ്മിൽ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ധനുരാശിക്കാർക്ക് ഈ ശുക്രൻ വളരെ പോസിറ്റീവായി നന്നായി സപ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു 26 ദിനങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.